ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി വെറൈറ്റി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ്. ഇതിനകത്ത് നമ്മൾ ചിക്കനോ മീനോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. എഗ്ഗാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 5 എഗ്ഗ് വെച്ചിട്ട് നമ്മൾക്ക് 10 എണ്ണം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഈ വെറൈറ്റി സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് ആദ്യമേ തന്നെ മുട്ടയൊന്നും പുഴുങ്ങിയെടുക്കണം. ഞാനിവിടെ 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. 5 മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകളാണ് ഞാനിവിടെ കാണിക്കുന്നത്. മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേണ്ട ബാക്കി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് മീഡിയം സൈസിലുള്ള 2 സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, വലിയൊരു തക്കാളിയുടെ പകുതി പൊടിയായിട്ട് അരിഞ്ഞത്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾക്ക് വേണ്ടത്. കറിവേപ്പിലയും കൂടെ അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. മുട്ട പുഴുങ്ങിയത് തൊലിയെല്ലാം കളഞ്ഞ് ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതും കൂടെ സൈഡിലോട്ട് മാറ്റി വയ്ക്കുക. ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും 1/2 ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇട്ട് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, കറിവേപ്പിലയും കൂടെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇട്ട് കൊടുക്കുന്നത് 2 മീഡിയം സൈസിലുള്ള സവാള പൊടിയായിട്ട് അരിഞ്ഞത്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആകേണ്ട ആവശ്യമില്ല. ഈ സമയത്ത് തന്നെ ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം പെട്ടെന്ന് തന്നെ ഇത് വഴന്ന് കിട്ടിക്കോളും. ഇപ്പം ഉള്ളിയെല്ലാം കുറച്ച് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾക്ക് ഇതിനകത്തോട്ട് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ആദ്യമേ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക. ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. നമ്മൾക്ക് ഇതിനകത്തോട്ട് തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാനുണ്ട്. പൊടികളെല്ലാം നല്ലപോലെ വഴന്ന് വന്നതിന് ശേഷം നമ്മൾക്ക് തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നല്ലപോലെ ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. തക്കാളിയെല്ലാം നല്ലപോലെ വെന്തുടയുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾക്ക് ഇതിനകത്തോട്ട് മുട്ട അരിഞ്ഞു വെച്ചതാണ് ആഡ് ചെയ്യേണ്ടത്. നമ്മൾ 5 മുട്ടയാണ് പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നത്. അത് 5ഉം നല്ലപോലെ ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കുക. ഇനി അതും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇത് ഒരുപാട് നേരം വഴറ്റേണ്ട ആവശ്യമില്ല. മുട്ടയെല്ലാം ഓൾറെഡി വെന്ത് കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഇത് മസാലയ്ക്കകത്ത് മിക്സ് ആകുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം എല്ലാം കൂടെ നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മൾക്കിത് മുക്കാനുള്ള ബാറ്റർ ഒന്ന് ശരിയാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാത്രം എടുത്ത് അതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ മൈദമാവ് അല്ലെങ്കിൽ ഗോതമ്പ് മാവ് എടുക്കുക. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് കലക്കിയെടുക്കുക. ഒരുപാട് ലൂസാകരുത്. ഏകദേശം ദോശമാവിൻ്റെയൊക്കെ ഒരു പരുവത്തിൽ വേണം കലക്കിയെടുക്കാനായിട്ട്. ഇനി അതിനകത്തോട്ട് എരിവിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ചതച്ച മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലാം കൂടെ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ മുക്കാനുള്ള ബാറ്ററും കൂടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ വഴറ്റി വെച്ച മുട്ടയൊക്കെ ചൂടാറി വന്നിട്ടുണ്ട്. ഞാനത് ഇതേപോലെ ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഏകദേശം 10 എണ്ണമായിരിക്കും നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റുക. 5 മുട്ട വെച്ചിട്ട് 10 എണ്ണമായിരിക്കും ഉണ്ടാക്കാൻ പറ്റുക. അപ്പം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് മുട്ടയും കൂടെ കൂട്ടിയെടുക്കുക. ഇനി ഇതും സൈഡിലോട്ടൊന്ന് മാറ്റി വയ്ക്കുക. ഇപ്പം നമ്മളുടെ മുക്കാനുള്ള ബാറ്ററും റെഡിയായി കഴിഞ്ഞു. അതേപോലെ തന്നെ മുട്ടയും നമ്മൾ എല്ലാം ഉരുട്ടിയെടുത്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഒരു കാര്യം കൂടെ വേണം. അതായത് പേസ്ട്രി ഷീറ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിന് പകരം വേണമെങ്കിൽ സമൂസ ഷീറ്റും എടുക്കാം. അതെടുത്തതിന് ശേഷം ഇതേപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. പഫ് പേസ്ട്രി ഉണ്ടാക്കുന്ന ഷീറ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതാണെങ്കിൽ നമ്മൾ എണ്ണയ്ക്കകത്തിടുമ്പം പൊങ്ങി വരും. സമൂസ ഷീറ്റാണെങ്കിൽ എണ്ണയ്ക്കകത്തിടുമ്പം പൊങ്ങി വരത്തില്ല. ഇത് പൊങ്ങി വന്നത് കാണാൻ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. അതുകൊണ്ടാണ് ഞാനിത് എടുത്തത്. നിങ്ങളുടെ കയ്യിൽ ഇതില്ല എങ്കിൽ സമൂസ ഷീറ്റ് എടുത്താലും മതി. ഇനി നമ്മൾ ഉരുട്ടി വെച്ച ഉരുള ഒരെണ്ണം എടുത്തതിന് ശേഷം നമ്മൾ ആദ്യമേ തന്നെ മൈദ ബാറ്ററിനകത്താണ് മുക്കി കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച പേസ്ട്രി ഷീറ്റ് വെച്ച് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കൈവച്ച് ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുത്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുത്താലും മതി. കൈവച്ച് ഒട്ടിച്ചു കൊടുത്താൽ നമ്മൾക്ക് എല്ലാ ഗ്യാപ്പും ഫില്ലായിട്ട് നല്ല രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാം. എങ്ങനെയായാലും കുഴപ്പമില്ല. ഇതേപോലെ ഒന്ന് എല്ലാ സൈഡിലോട്ടും കവറാക്കിയിട്ട് എടുക്കുക. ഈ സമയത്ത് തന്നെ ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണയും കൂടെ ഞാനിവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിപ്പം ചൂടായിട്ടുണ്ട്. ഇനി ഇതേപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഒരുപാട് നേരം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനകത്തുള്ള മുട്ടയൊക്കെ ഓൾറെഡി വെന്ത് കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഇതിൻ്റെ പുറം ഭാഗം മാത്രമേ ഒന്ന് ക്രിസ്പിയായിട്ട് കിട്ടാനുള്ളൂ. അത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇതേപോലെ തിരിച്ചും മറിച്ചൊന്ന് ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് എണ്ണയ്ക്കകത്ത് നിന്ന് എടുത്ത് മാറ്റാം. ഇപ്പം നമ്മൾ ഒട്ടിച്ചു കൊടുത്ത പേസ്ട്രി ഷീറ്റെല്ലാം നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ സമൂസ ഷീറ്റ് എടുക്കാതിരുന്നത്. ഇതേപോലെ തന്നെ എല്ലാം ഉണ്ടാക്കിയെടുക്കുക. നല്ല വെറൈറ്റി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും
റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്നുള്ള ഓപ്ഷനൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഈ വെറൈറ്റി സ്നാക്ക് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്